ചോദ്യം: അന്ത്യനാളിനോടടുത്ത് വ്യഭിചാരം അധികരിക്കുമോ? ഉത്തരം: അധികരിക്കും. ആണും പെണ്ണുമായി മാത്രമല്ല, ആണും ആണുമായും പെണ്ണും പെണ്ണുമായും വിവാഹത്തിന് വരെ പല രാജ്യങ്ങളും അനുമതി നൽകിയ കാലത്താണ് നാം ജീവിക്കുന്നത്. ഇനി എന്തെല്ലാം കാണാനിരിക്കുന്നു? ചോദ്യം: ഇൽമിനെ ഉയർത്തുന്നതിന് ആലിമീങ്ങളെ വിലവെക്കാതിരിക്കുക എന്നതും കാരണമല്ലേ? ഉത്തരം: അതെ. പണ്ഡിതർക്കും ഉസ്താദുമാർക്കും അർഹമായ അംഗീകാരമോ ആദരവോ നൽകാതെ ഒരുതരം അവജ്ഞയോടെയാണവരെ കാണുന്നത്. അപ്പോൾ ഈ രംഗത്തേക്കാരും വരാതാവും. അങ്ങനെ അറിവ് ഭൂമുഖത്ത് ഇല്ലാതെയാവും. ചോദ്യം: മദ്യപാനം അധികരിക്കുമോ? ഉത്തരം: അധികരിക്കും. സ്കൂൾ കുട്ടികൾ വരെ മദ്യക്കുപ്പികളുമായി നടക്കുന്ന കാലമാണിത്. ചോദ്യം: പുരുഷന്മാർ കുറഞ്ഞു കുറഞ്ഞു വരുമോ? ഉത്തരം: കുറഞ്ഞു വരും. സ്ത്രീകൾ പെരുകും. പ്രവാചകവചനം പുലരാതിരിക്കില്ല. 50 സ്ത്രീകൾക്ക് ഒരു പുരുഷൻ എന്ന തോതിൽ സ്ത്രീകൾ കൂടും. ചോദ്യം: ഒരാൾക്ക് 50 ഇണയുണ്ടാവുമെന്നാണോ ഇതിനർത്ഥം? ഉത്തരം: അല്ല. ഭാര്യ, ഉമ്മ, സഹോദരി, മാതൃസഹോദരി, പിതൃസഹോദരി തുടങ്ങിയ സ്ത്രീ അംഗങ്ങൾ 50 പേരും അവരെ സംരക്ഷിക്കാൻ ഒരു പുരുഷനും എന്ന തോതിൽ അനുപാതം പരിണമിക്കും. ചോദ്യം: ഖുർആൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമോ? ഉത്തരം: ഉയർത്തപ്പെടും. വള്ളിപ്പുള്ളി വ്യത്യാസമില്ലാതെ ലോകാവസാനം വരെ നിലനിന്ന വിശുദ്ധ ഗ്രന്ഥം ഇല്ലായ്മ ചെയ്യപ്പെടും. ചോദ്യം: അല്ലാഹ് അല്ലാഹ് എന്ന് പറയാൻ ഭൂമിയിൽ ആളുള്ളിടത്തോളം കാലം ലോകം അവസാനിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ? ഉത്തരം: പറഞ്ഞിട്ടുണ്ട്. ചോദ്യം: എപ്പോഴാണ് ലോകാവസാനമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഉത്തരം: ചോദിച്ചിട്ടുണ്ട്. ചോദ്യം: ആരാണത്? ഉത്തരം: ഒരു അഅറാബി. ചോദ്യം: അപ്പോൾ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞത്? ഉത്തരം: വിശ്വസ്തത നഷ്ടമായാൽ നീ ലോകാവസാനം കാത്തിരിക്കുക. ചോദ്യം: അപ്പോൾ അഅറാബി എന്തു പറഞ്ഞു? ഉത്തരം: എങ്ങനെയാണ് വിശ്വസ്തത നഷ്ടപ്പെടുക എന്ന് വീണ്ടും ചോദിച്ചു. ചോദ്യം: അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി എന്താണ്? ഉത്തരം: കാര്യങ്ങൾ അർഹതയില്ലാത്തവർ ഏറ്റെടുക്കാൻ തുടങ്ങിയാൽ. ചോദ്യം: ഭരണകർത്താക്കൾ, പള്ളി ഭാരവാഹികൾ, മതനേതാക്കൾ തുടങ്ങിയവയിലൊക്കെ അനർഹർ കയറിക്കൂടൽ ഇതിൽ പെടുമോ? ഉത്തരം: പെടും. മദ്യപാനികൾ, നിരീശ്വരവാദികൾ, വട്ടിപ്പലിശക്കാർ, ബാങ്ക് ഭാരവാഹികൾ എന്നിവർ പോലും പള്ളി ഭാരവാഹികളാവുന്നു. ചോദ്യം: യോഗ്യതയില്ലാത്തവർ മുദർരിസും ഖത്തീബുമാവലോ? ഉത്തരം: അവരും പെടും. വിവരമില്ലാതെ ഫത്വ കൊടുക്കുന്നവരും പെടും. ചോദ്യം: അനർഹർ കൈകാര്യകർത്താക്കളാവൽ എങ്ങനെയാണ് ലോകാവസാനത്തിന്റെ സൂചനയാവുന്നത്? ഉത്തരം: കാര്യങ്ങൾ കൈവിട്ടുപോയി എന്നതിനാൽ. വിമാനം പറത്തുന്ന പൈലറ്റ് തനിക്ക് പകരം ബൈക്ക് മാത്രം ഓടിക്കാൻ അറിയാവുന്നയാളെ വിമാനം ഏൽപ്പിച്ചു കൊടുത്താൽ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ആ വിമാനം ഉടൻ തകർന്നു വീഴുമെന്നല്ലേ? അതുപോലെ ലോകത്തിൻ്റെ കൈകാര്യം അതിനർഹതയില്ലാത്തവർ ഏറ്റെടുക്കാൻ തുടങ്ങിയാൽ നമുക്ക് ഗ്രഹിക്കാം ലോകം അവസാനിക്കാൻ പോകുന്നുവെന്ന്.